നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ 140 കോടി ജനങ്ങളുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും പേറുന്ന വലിയൊരു രാഷ്ട്രം. ഈ രാജ്യത്തെ നയിക്കാൻ ഒരു വ്യക്തിക്ക് എത്രത്തോളം പാരമ്പര്യവും സമ്പത്തും വേണം? രാജ്യം ഭരിച്ച മുൻനിര നേതാക്കളുടെയെല്ലാം ചരിത്രം പരിശോധിച്ചാൽ ഉന്നത കുലജാതരോ വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ളവരോ ആണെന്ന് കാണാം. എന്നാൽ അവിടെയാണ് ഒരു സാധാരണക്കാരൻ ചരിത്രം തിരുത്തിക്കുറിച്ചത്. ഗുജറാത്തിലെ ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനിൽ അച്ഛനോടൊപ്പം ചായ വിറ്റു നടന്ന ഒരു ബാലൻ ഇന്ന് ലോകം മുഴുവൻ ആദരിക്കുന്ന അനിഷേധ്യനായ നേതാവായി മാറിയിരിക്കുന്നു. അതെ, നരേന്ദ്ര ദാമോദർ ദാസ് മോദി. യാതൊരു രാഷ്ട്രീയ പാരമ്പര്യവുമില്ലാതെ സ്വന്തം ഇച്ഛാശക്തിയും അടിയുറച്ച രാജ്യസ്നേഹവും ഹിന്ദുത്വ മൂല്യങ്ങളും വിശ്വാസവും കൊണ്ട് മാത്രം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ വ്യക്തി. അതെ, തീർച്ചയായും നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയെ പറ്റി തന്നെയാണ്. 1950 സെപ്റ്റംബർ 17 ഗുജറാത്തിലെ മൗസാന ജില്ലയിലുള്ള വഡ്നഗർ എന്ന ചെറിയ ഗ്രാമത്തിൽ ദാമോദർ ദാസ് മുൽചന്ദ് മോദിയുടെയും ഹീരാബെന്നിൻ്റെയും 6ാമത്തെ മകനായാണ് നരേന്ദ്രമോദി ജനിച്ചത്. വളരെ ദരിദ്രമായ ഒരു ചുറ്റുപാടായിരുന്നു അവരുടേത്. കുടുംബം പുലർത്താൻ അച്ഛൻ വഡ്നഗർ റെയിൽവേ സ്റ്റേഷനിലെ ഒരു ചെറിയ ചായക്കട നടത്തിയിരുന്നു. സ്കൂൾ വിട്ടു വന്നാൽ കൊച്ചു നരേന്ദ്രൻ അച്ഛനെ സഹായിക്കുന്ന ആ കടയിലുണ്ടാകുമായിരുന്നു. ട്രെയിനുകളിലെ യാത്രക്കാർക്ക് ചായ വിറ്റ് നടന്ന ആ കാലഘട്ടമാണ് അദ്ദേഹത്തിന് ഇന്ത്യയിലെ സാധാരണക്കാരായ മനുഷ്യരുടെ കഷ്ടപ്പാടുകൾ നേരിട്ട് മനസ്സിലാക്കി കൊടുത്തത്. 8ാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിന്റെ ജീവിതം മാറിമറിയുന്നത്. രാഷ്ട്രീയ സ്വയം സേവക് സംഘ് അഥവാ RSSന്റെ പ്രാദേശിക ശാഖകളിൽ അദ്ദേഹം പങ്കെടുക്കാൻ തുടങ്ങി. ലക്ഷ്മണറാവു ഇനാംദാർ എന്ന RSS പ്രചാരകനുമായുള്ള കണ്ടുമുട്ടൽ മോദിയിലെ ദേശീയവാദിയെ ഉണർത്തി. വ്യക്തി ജീവിതത്തെക്കാൾ വലുത് രാഷ്ട്രമാണെന്ന ചിന്ത ആ ബാലനിൽ വേരുറപ്പിച്ചു. യൗവനത്തിന്റെ തുടക്കത്തിൽ തന്നെ വീട് വിട്ടിറങ്ങിയ അദ്ദേഹം ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു. ഹിമാലയത്തിലെ സന്യാസിമാർക്കൊപ്പവും രാമകൃഷ്ണ മിഷനിലും ചിലവഴിച്ച ആ കാലം അദ്ദേഹത്തെ ഒരു തികഞ്ഞ കർമ്മയോഗിയാക്കി മാറ്റി. പിന്നീട് ഗുജറാത്തിൽ തിരിച്ചെത്തിയ അദ്ദേഹം RSSന്റെ മുഴുവൻ സമയ പ്രവർത്തകനായി. 1975 ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ പോലീസിന്റെ കണ്ണു വെട്ടിച്ച് ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് ജനാധിപത്യ പുനഃസ്ഥാപനത്തിനായി അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ സംഘാടകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് കൂടുതൽ കരുത്തു നൽകി. RSSലെ അദ്ദേഹത്തിന്റെ അസാമാന്യമായ സംഘടനാ മികവ് തിരിച്ചറിഞ്ഞ നേതൃത്വം 1985 അദ്ദേഹത്തെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് നിയോഗിച്ചു. അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗ്രാഫ് അതിവേഗം ഉയർന്നു. 2001 ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇരുണ്ട വർഷമായിരുന്നു. കച്ച് മേഖലയിലുണ്ടായ വിനാശകരമായ ഭൂകമ്പം ആയിരക്കണക്കിന് ജീവനാണ് എടുത്തത്. സംസ്ഥാനം സാമ്പത്തികമായും അടിസ്ഥാനപരമായും തകർന്നുവരിപ്പണമായി. ഭരണവിരുദ്ധ വികാരം ആളിക്കത്തുന്ന ആ സമയത്താണ് കേശുഭായ് പട്ടേലിന് പകരക്കാരനായി ഒരു പുതിയ മുഖ്യമന്ത്രിയെ BJP നേതൃത്വം തേടുന്നത്. ഭരണരംഗത്ത് യാതൊരു മുൻപരിചയവുമില്ലാത്ത, അതുവരെ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിച്ചിട്ടില്ലാത്ത മോദിയെ പാർട്ടി മുഖ്യമന്ത്രി പദത്തിലേക്ക് നിയോഗിച്ചു. 2001 ഒക്ടോബർ 7 അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. പലരും അന്ന് അദ്ദേഹത്തെ എഴുതിത്തള്ളി. എന്നാൽ കണ്ടത് മറ്റൊന്നായിരുന്നു. തകർന്നടിഞ്ഞ ഗുജറാത്തിനെ അദ്ദേഹം അടിമുടി മാറ്റിപ്പണിതു. വികസനത്തിന്റെ ഒരു പുത്തൻ മാതൃക ഗുജറാത്ത് മോഡൽ അദ്ദേഹം ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചു. 24 മണിക്കൂറും തടസ്സമില്ലാത്ത വൈദ്യുതി, കർഷകർക്ക് വെള്ളം ലഭ്യമാക്കുന്ന ജ്യോതിഗ്രാം യോജന, കോടിക്കണക്കിന് രൂപയുടെ വിദേശ നിക്ഷേപങ്ങൾ, വൈബ്രന്റ് ഗുജറാത്ത് എന്ന വലിയൊരു വിദേശ നിക്ഷേപം ആകർഷിക്കുന്ന പരിപാടി, അങ്ങനെ പലതും. അങ്ങനെ ഗുജറാത്ത് ഇന്ത്യയുടെ സാമ്പത്തിക എഞ്ചിനായി മാറി. ടാറ്റയുടെ നാനോ കാർ ഫാക്ടറി ബംഗാളിൽ നിന്ന് ഗുജറാത്തിലേക്ക് ഒറ്റ രാത്രി കൊണ്ട് കൊണ്ടുവന്ന മോദിയുടെ ഇച്ഛാശക്തി ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്തു.
2002, 2007, 2012 വർഷങ്ങളിലെ തിരഞ്ഞെടുപ്പുകളിൽ വൻ ഭൂരിപക്ഷത്തോടെ അദ്ദേഹം ഗുജറാത്തിൽ അധികാരം നിലനിർത്തി. ഒരു സംസ്ഥാന മുഖ്യമന്ത്രി ഇന്ത്യയുടെ മുഴുവൻ പ്രതീക്ഷയായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് രാജ്യം കണ്ടത്. 2013 കാലഘട്ടം. UPA സർക്കാരിന്റെ അഴിമതികളിലും വിലക്കയറ്റത്തിലും നട്ടം തിരികെയായിരുന്നു ഇന്ത്യ. രാജ്യത്തിന് ശക്തനായ ഒരു നേതാവിനെ ആവശ്യമുണ്ടായിരുന്നു. ഗുജറാത്തിലെ വികസന നായകൻ ദില്ലിയിലേക്ക് വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിച്ചു തുടങ്ങി. ഇതിനിടെ BJPക്കുള്ളിൽ ചില എതിർപ്പുകൾ ഉണ്ടായിരുന്നിട്ടും പാർട്ടിയുടെ അടിത്തട്ട് മുതൽ വന്ന ശക്തമായ ആവശ്യത്തെ തുടർന്ന് 2013 സെപ്റ്റംബറിൽ നരേന്ദ്രമോദിയെ BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വീറുറ്റ പോരാട്ടത്തിനാണ് 2014 സാക്ഷ്യം വഹിച്ചത്. കോൺഗ്രസിന്റെ കുത്തകയായിരുന്ന ദില്ലി അധികാര കേന്ദ്രങ്ങളെ ഒരു സാധാരണക്കാരൻ വെല്ലുവിളിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവരുടെ അഹങ്കാരം അതിന്റെ കൊടുമുടിയിലെത്തിയത് 2014 ജനുവരിയിൽ നടന്ന AICC സമ്മേളനത്തിലാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവായ മണിശങ്കർ അയ്യർ അന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വളരെ ഉച്ചത്തോടെ ഒരു പ്രസ്താവന നടത്തി. നരേന്ദ്രമോദി എന്നെങ്കിലും ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുമെന്ന് ഞാൻ കരുതുന്നില്ല, ഒരിക്കലുമില്ല. വേണമെങ്കിൽ ഇവിടെ നടക്കുന്ന ഈ കോൺഗ്രസ് സമ്മേളനത്തിൽ അദ്ദേഹത്തിന് വന്ന് ചായ വിൽക്കാം, അതിനുള്ള സൗകര്യം ഞങ്ങൾ ചെയ്തു കൊടുക്കാം. आपको वायदा करता हूं कि इस 21वीं सदी में नरेंद्र मोदी कभी भी देश के प्रधानमंत्री नहीं बनेंगे। क्योंकि यहाँ आकर चाय का वितरण करना चाहते हैं तो हम उनके लिए कुछ जगह बना रहे हैं. ഒരു ദരിദ്ര പശ്ചാത്തലത്തിൽ നിന്ന് വന്ന മനുഷ്യനെ അയാളുടെ പഴയകാല തൊഴിലിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നെഹ്റു കുടുംബത്തിന്റെ വിശ്വസ്തനായ ഒരു നേതാവ് പരസ്യമായി അപമാനിച്ചു. ഈ രാജ്യത്തെ സാധാരണക്കാരായ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ മുഖത്തേറ്റ അടിയായിരുന്നു ആ വാക്കുകൾ. പക്ഷെ അവർക്ക് നരേന്ദ്രമോദിയെ അറിയില്ലായിരുന്നു. അദ്ദേഹം ഈ അപമാനത്തെ തളർത്താനുള്ള ആയുധമായല്ല, മറിച്ച് തന്റെ ഏറ്റവും വലിയ കരുത്തായി മാറ്റി. രാജ്യത്തുടനീളം ചായ് പേ ചർച്ച എന്ന പേരിൽ അദ്ദേഹം ഒരു ക്യാമ്പയിൻ ആരംഭിച്ചു. ഇന്ത്യയിലെ ആയിരക്കണക്കിന് ചായക്കടകളിൽ സാധാരണക്കാരായ ജനങ്ങൾക്കൊപ്പമായിരുന്നു അദ്ദേഹം രാഷ്ട്രീയം സംസാരിച്ചു. അതെ, ഞാനൊരു ചായക്കടക്കാരനാണ്. രാജ്യം വിറ്റുതൊലിക്കുന്നവരെക്കാൾ എത്രയോ ഭേദമാണ് സ്വന്തം അധ്വാനം കൊണ്ട് ചായ വിറ്റ് ജീവിക്കുന്നത് എന്ന് അദ്ദേഹം ഗർജിച്ചു. ആ അഹങ്കാരത്തിന് ഇന്ത്യയിലെ ജനങ്ങൾ വോട്ടിങ്ങിലൂടെ മറുപടി നൽകി. 2014 മെയ് 16 തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഇന്ത്യൻ ചരിത്രം തിരുത്തി എഴുതപ്പെട്ടു. 30 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ ഒരു പാർട്ടിക്ക് തനിച്ച് ഭൂരിപക്ഷം ലഭിച്ചു. BJP 282 സീറ്റുകൾ നേടി വൻ വിജയം കൊയ്തു. കോൺഗ്രസ് വെറും 44 സീറ്റുകളിലേക്ക് ചുരുങ്ങി. പ്രതിപക്ഷ സ്ഥാനത്തിരിക്കാൻ പോലുമുള്ള യോഗ്യത അവർക്ക് നഷ്ടപ്പെട്ടു. 2014 മെയ് 26 പാർലമെന്റിന്റെ പടവുകളെ വണങ്ങി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്തു. സ്വന്തമായ ഒരു വീടോ ബാങ്ക് ബാലൻസോ അവകാശപ്പെടാൻ കുടുംബ മഹിമയോ ഇല്ലാത്ത ഒരു സാധാരണക്കാരൻ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ അമരക്കാരന് ദില്ലിയിലെ ലൂട്ടൻസ് അഥവാ എലൈറ്റ് ക്ലബ്ബുകളുടെ അധികാര കുത്തക അവിടെ തകർന്നു വീണു. പിന്നീട് ലോകം കണ്ടത് മറ്റൊരു ഇന്ത്യയെയാണ്. കാശ്മീരിലെ 370-ാം വകുപ്പ് റദ്ദാക്കുകയും അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണവും ഇന്ത്യയുടെ അതിർത്തികൾ കാക്കാൻ സൈന്യത്തിന് നൽകിയ പൂർണ്ണ സ്വാതന്ത്ര്യവും ഭാരതീയരുടെ ആത്മാഭിമാനം വാനോളവും 2019 303 സീറ്റുകൾ നൽകിക്കൊണ്ട് ഇന്ത്യൻ ജനത അദ്ദേഹത്തിനുള്ള വിശ്വാസം വീണ്ടും ഊട്ടിയുറപ്പിച്ചു. സുഹൃത്തുക്കളെ, നരേന്ദ്രമോദിയുടെ ജീവിതം കേവലം ഒരു രാഷ്ട്രീയ വിജയഗാഥ മാത്രമല്ല, അത് ഓരോ ഭാരതീയനുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്.
നിങ്ങൾ എത്ര ദരിദ്രമായ ചുറ്റുപാടുകളിൽ ജനിച്ചാലും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വലുതാണെങ്കിൽ രാജ്യത്തോടും നിങ്ങളുടെ സംസ്കാരത്തോടും നിങ്ങൾ കൂറുണ്ടെങ്കിൽ കഠിനാധ്വാനം ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഈ രാജ്യത്ത് ഏത് ഉന്നത പദവിയിലും നിങ്ങൾക്ക് എത്തിച്ചേരാം. മണിശങ്കർ അയ്യരെ പോലെയുള്ള ഉന്നത കുലജാതരുടെ അഹങ്കാരം കൊണ്ട് ഒരു പാവപ്പെട്ടവനെ പരിഹസിച്ചപ്പോൾ ഭാരതമാതാവ് ആ ചായക്കാരൻ്റെ മകനെ തൻ്റെ ഏറ്റവും വലിയ കാവൽക്കാരനായി നെഞ്ചോട് ചേർക്കുകയാണ് ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യുക. യാഥാർത്ഥ്യങ്ങൾ വളച്ചൊടിക്കാതെ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.